ഹായ് നമസ്കാരം, അഭിലാഷ് ടൈം ഒപ്പം റിയ ആണ്. റിയ ഇപ്പൊ ഒരുപാട് ഫോട്ടോഷൂട്ട്സ് കാണാറുണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. ഇപ്പൊ ഈ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു DP ഇട്ട് ഞാൻ ഇങ്ങനെ നോക്കി. അതായത് ഇങ്ങനെ ഒരു എന്താ പറയാ, ഈ ഫോട്ടോ അത് ഒറിജിനലാണോ അത് എഡിറ്റ് ചെയ്തേ? നഗ്നയായിട്ടോ? നഗ്നയല്ല, നഗ്നയായിട്ടാണോ ചെയ്തത്? നഗ്നയായിട്ടല്ല, ഞാൻ ഈ അടുത്ത ദിവസം ചെയ്തത് സാരി നമ്മുടെ സണ്ണി ലിയോണില്ലേ, ഒരു ഫോട്ടോ ഞാൻ സണ്ണി ലിയോനും ഭർത്താവും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ സാരി എടുത്തിട്ട് ബ്ലൗസ് ഇല്ല, പക്ഷെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുത്താ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, സാധാരണ ഫോണിൽ എടുത്തത്. പക്ഷെ എനിക്ക് അത് എടുത്തിട്ടിട്ട് ഇൻസ്റ്റയിൽ ഇട്ടു, പിന്നെ DP ഇട്ടിട്ടുണ്ട് വാട്സപ്പില്, പിന്നെ പേഴ്സണലായിട്ട് ഞാൻ 3-4 പേർക്ക് അയച്ചു കൊടുത്തു എങ്ങനെയുണ്ടെന്ന്. പക്ഷെ ഞെട്ടിയ ഫോട്ടോ കണ്ടിട്ട്, കാരണം ഒറിജിനലാണത്. പക്ഷെ ഞാനത് എയുടെ കാലാണല്ലോ, അത് ചെയ്താണെന്ന് ഓർത്ത് ഞാൻ അല്ല, അത് സണ്ണി ലിയോൺ ചെയ്തതാണ്. സണ്ണി ലിയോൺ ഏതോ സ്റ്റേജ് പ്രോഗ്രാമിന് വന്നപ്പോൾ അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. എന്നിട്ട് അതുപോലെ തന്നെ സാരി ഉടുത്തിട്ട് പിന്നെ ഇവിടെ എടുത്ത് ഇപ്പൊ ഈ ഒരു ഡ്രസ്സില് ഇറങ്ങി നടക്കും, ടൗണിൽ കൂടെ ഇറങ്ങി നടക്കും. ഭയമുണ്ടോ? ഭയമില്ല എനിക്ക്. എറണാകുളം എടപ്പള്ളിയിലൊക്കെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ ഡ്രസ് ചെയ്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നടക്കൂല, കാരണം എനിക്ക് വെയില് കൊണ്ടിട്ട് കറുത്ത് പോകണം. അല്ലെങ്കിൽ നടക്കുമോ? ഇപ്പൊ തന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ബർമൂഡ ഇടാൻ ഒരു പേടിയാ. എറണാകുളത്തെ പെൺപിള്ളേരൊക്കെ ഇങ്ങനത്തെ ഡ്രസ് ഇട്ട് നടക്കുന്നു. പള്ളിയിലൊക്കെ ഞാൻ ഇരിക്കുമ്പോ കാണാം ഇങ്ങനെ ഡ്രസ് ഇട്ട് വന്നിട്ട് എടപ്പള്ളി. സത്യം പറഞ്ഞ ഈ കുട്ടി കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ അതാണ് ഞാൻ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു പെൺകുട്ടി വൈറലായിട്ടുണ്ട് ഇതുപോലത്തെ വൈറ്റ് ഡ്രസ് ഇട്ടിട്ട്. പേര് പറയണില്ല, ഇറിറ്റേറ്റ് ചെയ്ത പ്രശ്നം. പക്ഷെ ഈ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഡ്രസ് അന്വേഷിച്ച് കണ്ടെത്തിയതാണിത്. അപ്പൊ ഇതുപോലത്തെ ഒരു ഫോട്ടോഷൂട്ടിന് വിളിച്ച് ഞാൻ വരും. അപ്പൊ റിയെ ഫോട്ടോഷൂട്ടിന് വിളിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ ചെയ്യും. അപ്പൊ അത് ബാധിക്കത്തില്ല? അതൊന്നും കുഴപ്പമില്ല. ഉറപ്പാണോ? ഇനി മാറ്റി പറയരുത്. ഇല്ലില്ല, ഞാൻ ആ ഫോട്ടോ കണ്ടിട്ട് ഞെട്ടിയിരിക്കുക, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇല്ല എനിക്ക് ഫോട്ടോഷൂട്ടിൽ ഓക്കെ.